morning, my dears. This is Design Hybrid Campus. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ അജേഷ്. സോ വെൽക്കം. ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ദിസ് ഇസ് ക്ലാസ് ഫോർ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി BA ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഗ്രേറിയൻ റെവല്യൂഷനാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് അഗ്രേറിയൻ റെവല്യൂഷൻ? നമ്മൾ അഗ്രികൾച്ചർ റെവല്യൂഷൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അത് തന്നെയാണ് അഗ്രേറിയൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അഗ്രികൾച്ചർ നമ്മൾ പഠിച്ചു, എൻലൈറ്റ്മെൻറ്റ് ഇംഗ്ലണ്ടിൽ പലതരത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ എന്താ പറയുന്നത്, ഈ അഗ്രേറിയൻ റെവല്യൂഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ റെവല്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു ഹിസ്റ്ററി ടച്ച് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലണ്ടിൽ വന്ന മാറ്റങ്ങളോടൊപ്പം തന്നെ അഗ്രികൾച്ചർ എന്ന് പറയുന്ന, കൃഷി എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് അഗ്രേറിയൻ റെവല്യൂഷൻ എന്ന് പറയാൻ കാരണം അതിൽ ഒരുപാട് മാറ്റങ്ങൾ എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ അവിടെ കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു അഗ്രേറിയൻ റെവല്യൂഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമുക്ക് എന്തൊരു വ്യവസായം തുടങ്ങണം എന്നുണ്ടെങ്കിലും എന്താണ്, ഒരു റോ മെറ്റീരിയൽസ് വേണം അല്ലേ. നമുക്കൊരു റോ മെറ്റീരിയൽസ് വേണം. അപ്പോൾ നമുക്കൊരു സ്പിന്നിങ് മില്ല് തുടങ്ങണമെന്നുണ്ടെങ്കിൽ കോട്ടൺ, എന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റൈൽസ് ഇത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്കൊരു കോട്ടൺ വേണം അല്ലേ. അങ്ങനെ അത്തരത്തിൽ എന്തൊരു പ്രൊഡക്റ്റ്, എന്തൊരു ഇത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റോ മെറ്റീരിയൽസ് വേണം അല്ലേ. അപ്പോൾ റോ മെറ്റീരിയൽസ്, ഇപ്പോൾ നമ്മുടെ അത്തരത്തിലുള്ള റോ മെറ്റീരിയലുകൾ എന്താണ്, ഇംഗ്ലണ്ടിലേക്ക് പല രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ വരാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഇംഗ്ലണ്ടിലേക്ക് വരാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഒന്നും കൂടെ വികസിച്ചു എന്നതാണ് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അവരുടെ ആവശ്യത്തിനുള്ള റോ മെറ്റീരിയൽസ് അവിടെ തന്നെ കൃഷി ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. അവർ കൃഷി ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്നത് മാത്രമാണ് അവിടെ അതുവരെ ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് എങ്ങനെയായി, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ പലതരത്തിലുള്ള റോ മെറ്റീരിയൽസ് ആ രാജ്യത്ത് വരാൻ തുടങ്ങി. ഒരു ഓപ്പൺ ഫീൽഡ് സിസ്റ്റം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു, ഒരു ഓപ്പൺ ഫീൽഡ് സിസ്റ്റം ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത്, ഒരുപാട് സ്ഥലത്ത് ഒരു കൃഷി മാത്രം ചെയ്യുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് വേറൊരു കൃഷി ചെയ്യുക. അത്തരത്തിലുള്ള ഒരു ക്രോപ്പ് മാത്രമാണ് അവിടെ കൃഷി ചെയ്തിരുന്നത്. അങ്ങനെ അല്ലാതെ ഒരു ഓപ്പൺ ഫീൽഡ് സിസ്റ്റം അല്ലാതെ എല്ലാ സ്ഥലത്തും പലതരത്തിലുള്ള ക്രോപ്പുകൾ കൃഷി ചെയ്യാൻ അവർ തുടങ്ങി. പലതരത്തിലുള്ള ക്രോപ്പുകളും പിന്നീട് കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ അവർക്ക് പലതരത്തിലുള്ള നോളേജുകളും കിട്ടുകയാണ്. കാരണം വിത്തുകളെ കുറിച്ചിട്ട്, സീഡ്സിനെ കുറിച്ചിട്ടാവട്ടെ, ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചിട്ടാവട്ടെ, അവരുടെ ലാൻഡിനെ കുറിച്ചിട്ടാവട്ടെ, അങ്ങനെയുള്ള പലതരത്തിലുള്ള പുതിയ നോളേജുകൾ അവർക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ അഗ്രികൾച്ചർ രംഗത്ത് വലിയൊരു വിപ്ലവം അതുവരെ അവിടെ ഉണ്ടായിരുന്നില്ല. അഗ്രികൾച്ചർ രംഗത്ത് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ അഗ്രികൾച്ചർ രംഗത്ത് ഒരു വിപ്ലവം പോലെ, അല്ലെങ്കിൽ അത്രയും വലിയൊരു മാറ്റം അവിടെ അത്രയും കാലം വരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അഗ്രികൾച്ചർ റെവല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം വന്നതിന് ശേഷമാണ് അത്രയും വലിയൊരു മാറ്റം അവിടെ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ ഒരു പരിധി വരെ ഇൻഡസ്ട്രീസ് വന്നപ്പോൾ അവിടെ പല മാറ്റങ്ങളും വന്നു. കാരണം ഇൻഡസ്ട്രീസ് വരുമ്പോൾ അവിടെ ആവശ്യങ്ങൾ കൂടുതലാവുകയാണ് അല്ലേ. അപ്പോൾ ആ ഇൻഡസ്ട്രീസ് വന്നത് ഒരു തരത്തിൽ അഗ്രികൾച്ചർ റെവല്യൂഷൻ ഒരു കാരണമായിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. അതിപ്പോൾ ഈ ഇൻഡസ്ട്രീസ് വന്നപ്പോൾ അവർ പലതരത്തിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങി. കാരണം നല്ല തരത്തിലുള്ള സീഡ്സിനെ കുറിച്ച്, നല്ല ബ്രീഡുള്ള സീഡ്സിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ നല്ല ആനിമൽസിനെ കുറിച്ചിട്ട്. ഇപ്പോൾ ആനിമൽസിൻ്റെ ഇതൊക്കെ നടത്തുന്ന ബിസിനസ്സുകൾ നടത്തുന്ന ആളുകൾ നല്ല ആനിമൽസിനെ കുറിച്ചിട്ട് അറിയാൻ തുടങ്ങി. അതുപോലെ തന്നെ പറയുന്നത്, നല്ല ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചിട്ട്, നല്ല ലാൻഡുകളെ കുറിച്ചിട്ടും നല്ല മണ്ണിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ തുടങ്ങി. അവർക്ക് പുതിയ നോളേജുകൾ കിട്ടാൻ തുടങ്ങി. കൃഷിയെ ഒരുപാട് വളരാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ദെൻ ഇത് സത്യത്തിൽ ഈ ഒരു അഗ്രികൾച്ചർ റെവല്യൂഷൻ അല്ലെങ്കിൽ അഗ്രേറിയൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഒരു റിസൾട്ടാണ് എന്നതാണ് പറയുന്നത്. അപ്പോൾ ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഇൻഡസ്ട്രീസ് വന്നതിന് ശേഷം നല്ല മെഷീനറീസ്, നല്ല ഫെർട്ടിലൈസേഴ്സ്, നല്ല കാറ്റിൽസ്, നല്ല ടെക്നിക്കുകൾ എല്ലാം അവർ പഠിക്കുകയും അത് അഗ്രികൾച്ചർ രംഗത്തേക്ക് കൊണ്ടുവരാൻ അവർ തയ്യാറാകുകയും തീരുമാനിക്കുകയും ചെയ്തു. അതുപോലെ
അതുപോലെ തന്നെ പലതരത്തിലുള്ള വേസ്റ്റ് ലാൻഡുകളും അവരെന്താണ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് വേസ്റ്റ് ലാൻഡുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ സ്ഥലത്തൊക്കെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, അതൊക്കെ യൂസ് ചെയ്ത് അവർ എന്താണ് പറയുന്നത്, കൃഷി ചെയ്യാൻ ആരംഭിച്ചു എന്ന് പറയുന്നു. അതുപോലെ തന്നെ സയൻസും ടെക്നോളജിയും അതിനുശേഷം എന്താണ് വളരാൻ തുടങ്ങി. അതിനനുസരിച്ചിട്ട് എന്താണ് അഗ്രികൾച്ചർ രംഗത്തും പലതരത്തിലുള്ള മാറ്റങ്ങളും വരാൻ തുടങ്ങി എന്നാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടാകും കൊയ്ത്ത് യന്ത്രങ്ങൾ, അത്തരത്തിലുള്ള നടൽ യന്ത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ. അതൊക്കെ ഈ അഗ്രികൾച്ചർ രംഗത്ത് വന്ന വലിയൊരു മാറ്റം തന്നെയാണ് എന്നതാണ് പറയുന്നത്. സോ ഇതാണ് അപ്പോൾ അഗ്രേറിയൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു.